മഴ തോരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. കൊല്ലപ്പള്ളിക്കാർ സ്റ്റാൻലിയോട് കാട്ടിയ കടുത്ത നീതി നിഷേധവും അപമര്യാദകളും ശിവശങ്കരമേനോന്റെ മുഖത്തു നോക്കി സ്റ്റാൻലി തുറന്നടിച്ചപ്പോൾ മറുപടിയൊന്നും പറയുവാൻ കഴിയാതെ ശിവശങ്കരമേനോൻ കുനിഞ്ഞ ശിരസ്സോടെ നിന്നുപോയി. കുറെ സമയത്തിന് ശേഷം അയാൾ പറയുകയാണ്, സ്റ്റാൻലി പ്ലീസ്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം, എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും തരാം. ആ ഒരു വാക്ക് സ്റ്റാൻലിയെ വല്ലാതെ വീണ്ടും ചൊടിപ്പിച്ചു. അയാൾ ചോദിക്കുകയാണ്, താൻ എന്തു പ്രായശ്ചിത്തം ചെയ്യുമിടൂ? 12,000 വർഷം താൻ സെൻട്രൽ ജയിലിൽ പോയി കിടന്നാൽ എൻ്റെ മോളെ ഒരു ദിവസം അനാഥാലയത്തിൽ കിടത്തിയതിന് പരിഹാരമാകുമോ? താൻ എന്ത് നഷ്ടപരിഹാരം തരും? തൻ്റെ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീടും സർവ്വസ്ഥാവര ജംഗമ വസ്തുക്കളും തീരെഴുതി തന്നാൽ എൻ്റെ മോൾ ഒരു നിമിഷം അനുഭവിച്ച വേദനയ്ക്ക് പകരമാകുവോടൂ ഇഡിയറ്റ്? ശിവശങ്കരമേനോൻ സമ്പൂർണമായും തളർന്നുപോയി. ഏതു നിമിഷവും ഒരടി പൊട്ടുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. സ്റ്റാൻലിയുടെ ഗർജിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് പെട്ടെന്ന് അലീന ഓടി വരികയും രണ്ടുപേരുടെയും ഇടയിൽ കയറി നിന്നുകൊണ്ട് സ്റ്റാൻലിയെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. ശിവശങ്കരമേനോൻ സാവധാനം ആ മുറി വിട്ടിറങ്ങി. ഏതോ രാവണൻ കോട്ടയിൽ അകപ്പെട്ടു പോയതുപോലെ അയാൾ എങ്ങോട്ടെന്നില്ലാതെ നടന്നു. അയാൾ പുറത്തേക്ക് പോയപ്പോൾ അലീന സ്റ്റാൻലിയോട് പറയുകയാണ്, മോശമായി പോയില്ലേ പപ്പ? വീട്ടിൽ കയറി വരുന്നൊരു വ്യക്തിയെ ഇങ്ങനെ നിന്ദിക്കാൻ പാടുണ്ടോ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അവൻ അർഹിക്കുന്നതിൻ്റെ 100-1 പോലും ഞാൻ അവന് കൊടുത്തില്ലല്ലോ. സാരമില്ല, പോട്ടെ, ഞാൻ ഇപ്പോൾ വരാം. അലീന പുറത്തേക്കിറങ്ങി. ശിവശങ്കരമേനോൻ കാറിലേക്ക് കയറുവാൻ ഭാവിക്കുകയായിരുന്നു. അലീന ബബിതയുടെ ബാഗ് എടുത്തുകൊണ്ട് പിന്നാലെ ഓടിച്ചെന്നു. ശിവശങ്കരമേനോൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ റിയർ ഡോർ തുറന്നു. അലീന ബാഗ് സീറ്റിലേക്ക് വെച്ചു. ഒന്നും മിണ്ടാതെ മേനോൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ഡോർ അടയ്ക്കുവാൻ നീട്ടിയ കയ്യിലേക്ക് അലീന കയറി പിടിച്ചു. അങ്കിളെ. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അയാൾ സമ്പൂർണമായി വീണ്ടും നിരായുധനും ദുർബലനുമായി തീർന്നു. സോറി അങ്കിളെ, പപ്പയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളല്ലേ, അത് ഓർത്തിട്ടെങ്കിലും. എനിക്ക് അങ്കിളിനോട് ഒരു പിണക്കവുമില്ല, ആരോടുമില്ല. പപ്പയോട് ക്ഷമിക്കണേ അങ്കിളെ. ഇത്രയും പറഞ്ഞ ശേഷം അലീന തന്നെ ഡോർ അടച്ചു. കറുത്ത ഗ്ലാസിനപ്പുറത്ത് കാറിനുള്ളിൽ ശിവശങ്കരമേനോൻ ഒരു നിഴൽ രൂപമായി മാറി. കാറിൻ്റെ ചക്രങ്ങൾ ഉരുണ്ടു തുടങ്ങിയപ്പോൾ അലീന അല്പം മാറി നിന്നു. ഗേറ്റ് കടന്ന് പഞ്ചായത്ത് റോഡ് വരെ പോകാനേ ശിവശങ്കരമേനോന് കഴിഞ്ഞുള്ളൂ. കാഴ്ച മങ്ങി മങ്ങി വന്നു. ഇനി മുൻപോട്ട് പോകാൻ വയ്യെന്ന് അയാൾക്ക് തോന്നി. അയാൾ കാർ നിർത്തി സ്റ്റിയറിംഗ് വീലിലേക്ക് തലവെച്ച് കിടന്നു, നിരാലംബനായി പോയ കുട്ടിയെപ്പോലെ. തുടർന്ന് കാണുന്നത് വൈജയന്തിയാണ്. വൈജയന്തി സെൽഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ടെറസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. റബ്ബർ മരങ്ങളുടെ ചില്ലകളിൽ ചിലത് പാരപ്പറ്റിനു മീതെ കൂടി ടെറസിലേക്ക് കൈനീട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു താന്തോന്നി കാറ്റ് അവയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കടന്നുപോയി. റോഡിനപ്പുറത്തെ വീടുകളിലെ ജനാലകൾ പ്രകാശിക്കുന്നത് നോക്കിക്കൊണ്ട് വൈജയന്തി വാട്ടർ ടാങ്കിന് സമീപം ചെന്നു നിന്നു. ഹലോ, സെൽഫോണിൽ നിന്നും ശബ്ദം വന്നു. ശിവേട്ടൻ എവിടെയാ? ഞാൻ എത്ര നേരമായിട്ട് ഹോൾഡ് ചെയ്യുക? ഞാൻ കുളിക്കുകയായിരുന്നു. ശിവേട്ടൻ എപ്പോഴാ പുനലൂരിൽ നിന്ന് തിരിച്ചു വന്നത്? 7 മണി കഴിഞ്ഞു. എന്നിട്ടെന്താ എന്നെ വിളിക്കാതിരുന്നത്? പോയ കാര്യം എന്തായെന്ന് എൻ്റെ അടുത്ത് വിളിച്ചു പറയണ്ടേ? ഞാനല്ലേ ശിവേട്ടനെ പറഞ്ഞയച്ചത്? വൈജയന്തി തൻ്റെ അതൃപ്തിയും പരിഭവവും ഒട്ടും മറച്ചു വച്ചില്ല. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത്. സ്റ്റാൻലിയുടെ വീട്ടിൽ പോയില്ലേ ശിവേട്ടൻ? പുനലൂരിലെ തറവാട്ടിലാണ് പോയത്. അത് തന്നെ കണ്ടുപിടിക്കാൻ പെട്ട പാട് എനിക്കേ അറിയൂ. അവിടെ ചെന്നിട്ടോ? സ്റ്റാൻലി അവിടെ അല്ല താമസം, വേറൊരു സ്ഥലത്താണ്. അതെവിടെയാ? ഏതോ ഒരു സ്ഥലപ്പേര് പറഞ്ഞു, ഞാനത് ഓർക്കുന്നില്ല. സ്റ്റാൻലിയെ അന്വേഷിച്ചു പോയിട്ട് സ്റ്റാൻലി താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മറന്നെന്നോ? എന്താ ശിവേട്ട ഇത്? എന്തോ ഒരു പുഴ കൂട്ടിയുള്ള പേരാ. ശിവേട്ട, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ, കുളത്തുപുഴ. ശിവേട്ടൻ അവിടെ പോകാമായിരുന്നില്ലേ? അലീന സ്റ്റാൻലിയുടെ കൂടെയാണോ താമസം? അവളുടെ ജോലി അവിടെ എന്താണ്? ഇതൊക്കെ അറിയാമായിരുന്നില്ലേ? ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയല്ലേ ശിവേട്ടൻ പോയത് ഇവിടുന്ന്? വൈജയ്, നമ്മൾ എന്തിനാ വെറുതെ അലീനയുടെ കാര്യം അന്വേഷിക്കുന്നത്? ബബിതയോട് സ്റ്റാൻലി നിന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ പോരെ? എന്നിട്ട് അതെങ്കിലും അന്വേഷിച്ചോ ശിവേട്ടൻ? ബബിതയുടെ പെരുമാറ്റത്തിൽ ഇതുവരെ നിനക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ? ഇല്ല. എന്നാലും ശിവേട്ടൻ കുളത്തുപുഴയ്ക്ക് പോകണമായിരുന്നു. നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത്? സ്റ്റാൻലി എങ്ങനെ ജീവിക്കുന്നു എന്നാണോ? എനിക്കത് അറിയേണ്ട കാര്യം എന്താ? അലീനയുടെ പൊസിഷൻ അറിഞ്ഞാൽ മതി. സ്റ്റാൻലിയിൽ നിന്നും അവൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന്. ഒന്നുമില്ല ജയന്തി, സ്റ്റാൻലിക്കും ഭാര്യയ്ക്കും മക്കളുള്ളതല്ലേ. പഴയതൊക്കെ അയാൾ ഹൈഡ് ചെയ്യാനല്ലേ ശ്രമിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ മുൻപിൽ അയാളുടെ ക്യാരക്ടർ പോവില്ലേ? ആ പോയിന്റ് ശരിയാണെന്ന് വൈജയന്തിക്കും തോന്നി. തന്നെ പോലെ തന്നെ സ്റ്റാൻലിയും തൻ്റെ ഭൂതകാലം മറച്ചു വെക്കുവാനുള്ള സാധ്യതയേ ഉള്ളൂ. ആ ചിന്ത അവൾക്കൊട്ടൊരാശ്വാസം നൽകി. എന്നാലേ ഞാൻ പിന്നെ വിളിക്കാം ശിവേട്ട. ശിവേട്ടൻ യാത്ര കഴിഞ്ഞു വന്നതല്ലേ, ബുദ്ധിമുട്ടിക്കുന്നില്ല. കോൾ ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം ടെറസിൻ്റെ സ്റ്റെയർ കേസിലേക്ക് തിരിഞ്ഞ വൈജയന്തി ഞെട്ടിപ്പോയി. കൃഷ്ണജ 2 പടി താഴെ നോക്കി നിൽക്കുന്നു. അവൾ ചോദിക്കുകയാണ്, അമ്മ ഇവിടെ ഈ ഇരുട്ടത്ത് എന്ത് ചെയ്യുക?
താഴെ എവിടെയെല്ലാം ഞാൻ നോക്കി, ആളിനെ കാണാനില്ല. കൃഷ്ണജി അല്പം ദേഷ്യത്തിലാണ്. ഞാനിവിടെ ഫോൺ ചെയ്യുവാടി, നിന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് കയറി വരാൻ? അത്താഴം വിളമ്പി വെച്ചിട്ട് ബബിതേച്ചി വിളിയോട് വിളി. കഴിക്കണ്ടായോ? ആ, ഞാൻ വരുന്നു. കുറെ നേരമായോ നീ ഇവിടെ വന്നിങ്ങനെ തൂണുപോലെ നിൽക്കാൻ തുടങ്ങിയിട്ട്? അവൾ വല്ലതും കേട്ടുവോ എന്നായിരുന്നു വൈജയന്തിയുടെ സംശയം. പടികൾ ഇറങ്ങുന്നതിനിടയിൽ കൃഷ്ണജ ചോദിക്കുകയാണ്, അമ്മ ആർക്കാ ഇത്ര രഹസ്യമായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരുന്നേ? അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ? ബബിത അത്താഴം വിളമ്പി വെച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത്താഴം കഴിക്കാനിരിക്കെ വൈജയന്തി ബബിതയോട് ചോദിക്കുകയാണ്, നീയും അലീനയും താമസിക്കുന്നിടത്ത് സ്റ്റാൻലി പതിവായി വരാറുണ്ടായിരുന്നു? അത് സ്റ്റാൻലി പപ്പയുടെ വീടാ അമ്മേ. വൈജയന്തിക്ക് പെട്ടെന്നൊരു നടുക്കമുണ്ടായി. ശിവേട്ടൻ ചോദിച്ചപ്പോൾ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഏതോ വീടിന്റെ പോർഷൻ ആണെന്നല്ലേ? സ്റ്റാൻലി പപ്പയുടെ വീടിന്റെ ഒരു പോർഷൻ. അപ്പോൾ കൃഷ്ണജ ചോദിക്കുകയാണ്, ആരാ ഈ സ്റ്റാൻലി പപ്പ? നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ബബിതേച്ചി ഈ പ്രാവശ്യത്തെ വരവിന് ഇറക്കുമതി ചെയ്ത ഐറ്റമാണല്ലേ സ്റ്റാൻലി പപ്പ? അതൊരു പട്ടാളക്കാരനാണ്. നീലഗിരിയിലെ നമ്മുടെ അങ്കിളിനെ പോലെ ആഗ്ര കന്റോൺമെന്റിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് പിന്നെയും ഒരു നടുക്കം കൂടിയുണ്ടായി. പക്ഷേ ബബിത മുഖത്ത് നോക്കുന്നതേയില്ല. കൃഷ്ണജയോടാണ് സംസാരിക്കുന്നത്. ഉടനെ ബബിത ചോദിക്കുകയാണ്, നമ്മുടെ അമ്മയും കുറെ കാലം ആഗ്രയിൽ ഉണ്ടായിരുന്നില്ലേ ബബിതേച്ചി, നീലഗിരിയിലെ അങ്കിളിന്റെ കൂടെ? വൈജയന്തിയുടെ നെഞ്ച് കിടിലം കൊണ്ടു. ബബിത തലതിരിച്ചു വൈജയന്തിയെ നോക്കി. വൈജയന്തി പിന്നെയും ഞെട്ടി. ബബിത അതിശയത്തോടെ പറയുകയാണ്, ആ ശരിയാണല്ലോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. അമ്മ ഏത് കാലത്തായിരുന്നു അമ്മ അവിടെ ഉണ്ടായിരുന്നത്? ആ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നൊന്നുമില്ല. അമ്മയ്ക്കല്ലെങ്കിലും ചില കാര്യങ്ങളിൽ ഭയങ്കര മറവിയാ. അമ്മ അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് കുറെ കാലം ജോലി ചെയ്തതല്ലേ? ബബിതയുടെ ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും വൈജയന്തിയുടെ ഹൃദയം പിടയ്ക്കുകയാണ്. എങ്കിലും അവർ പിടിച്ചു നിൽക്കുവാൻ പാടുപെടുകയാണ്. ഞാൻ എവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു? ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ. ശിവനങ്കിളാണോ അതോ കമലാൻറ്റിയാണോ? വൈജയന്തിയുടെ എരിയുന്ന നെഞ്ചിൽ ഒരു തണുപ്പ് വീണു. സ്റ്റാൻലി പറഞ്ഞിട്ടുള്ള അറിവല്ല ബബിതയ്ക്ക് കിട്ടിയിരിക്കുന്നത്. കൃഷ്ണജ ചോദിക്കുകയാണ്, അല്ല ഇപ്പം ഇതൊക്കെ പറയാൻ എന്താ കാര്യം? ആ, നമ്മൾ പറഞ്ഞ ഈ സ്റ്റാൻലി പപ്പ ഇല്ലേ, സ്റ്റാൻലി പപ്പയാണ് അലീന ചേച്ചിയുടെ ഇപ്പോഴത്തെ എല്ലാം എല്ലാം. കൃഷ്ണജയുടെ പുരികം വളഞ്ഞു. അവൾ ചോദിക്കുകയാണ്, എല്ലാം എല്ലാം എന്ന് വെച്ചാൽ? എംപ്ലോയർ ആൻഡ് ലോക്കൽ ഗാർഡിയൻ. ഓ, അത് ശരി. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, സ്റ്റാൻലി എന്തിനാണ് അവളെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? അമ്മേ, അതൊരു വലിയ വീടാ, പഴയ മട്ടിലുള്ള ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ്. അത് വെറുതെ കിടക്കുകയാണ്. അവിടെ വേറെ ആരും താമസമില്ലേ? കുറേ ജോലിക്കാരുണ്ട്, പിന്നെ സ്റ്റാൻലി പപ്പയുടെ അപ്പച്ചനുണ്ട്, അങ്ങനെ ചിലരൊക്കെ. സ്റ്റാൻലിക്ക് ഭാര്യയും മക്കളും ഒന്നുമില്ലേ? 4 മക്കളുണ്ടെന്ന് അമ്മയോട് നേരിട്ട് പറഞ്ഞതല്ലേ സ്റ്റാൻലി പപ്പ? ഇത്ര പെട്ടെന്നങ്ങ് മറന്നോ? ആ, ഭാര്യയുടെ കാര്യം പറഞ്ഞില്ല. ഭാര്യയുമുണ്ട്. അവർ വേറൊരു വീട്ടിലായിരുന്നു താമസം. പിണങ്ങി താമസിക്കുകയാണോ? വൈജയന്തിക്ക് ആകാംക്ഷയായി. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് വൈജയന്തി പറയുകയാണ്, ആ, അവൾ അവിടെ ചെന്നതിന് ശേഷമായിരിക്കും. വൈജയന്തി ബബിതയെ സൂക്ഷിച്ചൊന്ന് നോക്കി. അമ്മേ, അലീന ചേച്ചി ഈ അടുത്ത സമയത്തല്ലേ അവിടേക്ക് പോയത്? സ്റ്റാൻലി പപ്പയും എൽസമ്മ ആൻറ്റിയും വളരെ വർഷങ്ങളായിട്ട് പിണക്കത്തിലായിരുന്നു. അതിൻ്റെ കാരണമറിയാനുള്ള ആകാംക്ഷ മറച്ചു പിടിച്ച് അലസമട്ടിൽ വൈജയന്തി ചോദിക്കുകയാണ്, ആ, എന്നാ അവർ തമ്മിൽ പിരിഞ്ഞു നിൽക്കാനുള്ള കാരണം? ആ, എന്തൊക്കെയോ കാരണങ്ങൾ, ഓരോ തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണെന്നാ അലീന ചേച്ചി പറഞ്ഞത്. അപ്പോൾ വൈജയന്തി ഉത്സാഹത്തോടെ പറയുകയാണ്, അലീന ചെന്നതോടുകൂടി അത് ഇരട്ടിച്ച് കാണും. അപ്പോൾ ബബിത, അലീന ചേച്ചിയുടെ വരവ് ആദ്യം എൽസമ്മ ആൻറ്റിക്കും റിലേറ്റീവ്സിനും ഒന്നും പിടിച്ചില്ല. അവർ വലിയ ബഹളം ഉണ്ടാക്കി. ആ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എനിക്കറിയാം, അവൾ എവിടെ ചെന്നാലും അവിടെ കലാപം ഉണ്ടാക്കും. ബബിത സഹതാപത്തോടെ വൈജയന്തിയെ നോക്കി. അമ്മേ, അമ്മ വിചാരിക്കുന്നത് പോലെ അല്ല സംഭവം. എൽസമ്മ ആൻറ്റി വീണ് കിടപ്പിലായിപ്പോയി. ഡോക്ടർമാരും ബന്ധുക്കളും കൂടപ്പിറപ്പുകളും ഉപേക്ഷിച്ചു. സ്വന്തം മക്കൾക്ക് പോലും വേണ്ടാതെയായി. തളർന്നു കിടക്കുക, അനങ്ങാൻ വയ്യ, മിണ്ടാൻ വയ്യ, ആഹാരം കഴിക്കാൻ വയ്യ, മരിക്കുക മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. ആ സമയത്ത് അലീന ചേച്ചി രണ്ടും കൽപ്പിച്ച് അവിടെ ചെന്നു. ഞാനും ഉണ്ടായിരുന്നു കൂടെ. ബന്ധുക്കൾ അലീന ചേച്ചിയെ തടയാൻ ശ്രമിച്ചു. സ്റ്റാൻലി പപ്പ ആരാ മോൻ? പപ്പ മിലിറ്ററി ജീപ്പിൽ ചെന്നങ്ങോട്ട് ഇറങ്ങിയിട്ട് മീശയും തടകിക്കൊണ്ടൊരു നിൽപ്പുണ്ട്. എന്താ സ്റ്റൈല്! പപ്പയുടെ അടുത്ത് എൽസമ്മ ആൻറ്റിയുടെ ആങ്ങളമാരുടെ കളി വല്ലതും നടക്കുമോ? വീരശൂര പരാക്രമികൾ 5 പേരും വാലും ചുരുട്ടിക്കൊണ്ട് ഓടി. ബബിത അത് പറയുമ്പോൾ ഒളികണ്ണിട്ട് വൈജയന്തി ഒന്ന് നോക്കി. അമ്മയുടെ ചുണ്ടിലൊരു മന്ദഹാസത്തിന്റെ തിളക്കം അവൾ കണ്ടു. അപ്പോൾ അവൾ വീണ്ടും ഉത്സാഹത്തോടെ ചോദിക്കുക, അമ്മയ്ക്കൊരു സംഭവം കേൾക്കണോ? വൈജയന്തി ഒരലക്ഷ്യ സ്വരം പുറപ്പെടുവിച്ചു. ഓ, എൽസമ്മ ആൻറ്റിയുടെ ചേച്ചി ഒരു ദിവസം അലീന ചേച്ചിയുടെ കാലിൽ കൂടി കാർ ഓടിച്ചു കയറ്റി. പെട്ടെന്ന് കൃഷ്ണജി ഒരു ഞെട്ടലോടെ ചോദിക്കുകയാണ്, അയ്യോ, എന്നിട്ട് എന്തു പറ്റി അലീന ചേച്ചിക്ക്? കാൽവിരലിന്റെ അസ്ഥി പൊട്ടി. ആ സ്ത്രീ മനഃപൂർവ്വം ചെയ്തതാ. വിവരം അറിഞ്ഞപ്പോൾ പപ്പ അങ്ങോട്ട് ചെന്നു. അലീന ചേച്ചിയെ ഇടിച്ച കാറ് ആൻറ്റിയുടെ കാർ പോർച്ചിൽ കിടക്കുകയായിരുന്നു. അമ്മയുടെ മുഖത്തെ ആകാംക്ഷ അപ്പോൾ ബബിത ശ്രദ്ധിച്ചു. സ്റ്റാൻലി പപ്പയുടെ മിലിറ്ററി ജീപ്പ് പാഞ്ഞങ്ങോട്ട് ചെന്ന് അലീന ചേച്ചിയുടെ കാലൊടിച്ച കാറിനിട്ടൊരൊറ്റ ഇടി. പിന്നെ ചറ പറന്ന് ഇടിച്ച് അതൊരു പാട്ടക്കഷ്ണം പോലെ ചുളുക്കിക്കളഞ്ഞു. ഉടനെ വൈജയന്തി ചോദിക്കുകയാണ്,
ആ കാറിന്റെ ഉടമസ്ഥൻ കേസിനൊന്നും പോയില്ലേ? പോയാലെന്താ മെച്ചം? സ്റ്റാൻലി പപ്പ എൽസമ്മ ആന്റിക്ക് വാങ്ങിച്ചു കൊടുത്ത കാറായിരുന്നു അത്. എൽസമ്മ ആന്റിയുടെ ചേച്ചിയാ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്ത കാർ ഇടിച്ചു തകർക്കുക, അതും അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അവൾ ആരാ? വെറും ഒരു ശമ്പളക്കാരി. ആളുകൾ കേട്ടാൽ എന്തോ പറയും. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതൊന്നും ശരിയല്ലെന്ന്. ഒരർത്ഥത്തിൽ അമ്മയുടെ വാദം ശരിയാണെന്ന് ബബിതയ്ക്ക് മനസ്സിലായി. സ്റ്റാൻലി പപ്പയും അലീന ചേച്ചിയും തമ്മിൽ അതിരി കവിഞ്ഞൊരു വൈകാരിക അടുപ്പത്തിന്റെ അടയാളം അമ്മ കാണുന്നുണ്ട്. പക്ഷെ അത് അച്ഛനും മകളുമാണെന്ന് ബബിതയ്ക്ക് പറയാനും വയ്യ. അമ്മ ഇത് കേൾക്ക്. എൽസമ്മ ആന്റി മരിക്കാറായി കിടക്കുക. നാറ്റം കാരണം ആന്റി കിടക്കുന്ന റൂമിലോട്ട് കയറി ചെല്ലാൻ വയ്യ. അലീന ചേച്ചി ചെന്നതങ്ങ് ഏറ്റെടുത്തു. ബെഡ് സോർ വന്ന് പൊട്ടിയളിഞ്ഞ് എല്ലരിച്ച ആ ഡെഡ് ബോഡിയിലേക്ക് അലീന ചേച്ചി ശ്വാസം ഊതിക്കൊടുത്തു എന്ന് പറയുന്നതാ ശരി. അപ്പോൾ വൈജയന്തി, അത്രയ്ക്കങ്ങ് അതിശയോക്തിയൊന്നും വേണ്ട. അവൾ ദൈവമൊന്നും അല്ലല്ലോ. അമ്മേ, ഇപ്പൊ എൽസമ്മ ആന്റിക്ക് അലീന ചേച്ചി ദൈവമാ. ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ താൻ 4 ദിവസം കൂടി തികച്ച് ജീവിക്കില്ലായിരുന്നുവെന്ന് ആന്റിക്ക് അറിയാമായിരുന്നു. എനിക്കും അറിയാം, ഞാൻ നേരിട്ട് കണ്ടതല്ലേ. അമ്മയ്ക്കറിയുമോ, ആരെങ്കിലും ഒരാൾ താങ്ങി പിടിക്കാനുണ്ടെങ്കിൽ എൽസമ്മ ആന്റി ഇപ്പോൾ എഴുന്നേറ്റ് നടക്കും. അലീന ചേച്ചി എന്തു പറഞ്ഞാലും കേട്ടോളും. വഴക്കു പറഞ്ഞാലും പിണക്കില്ല. സ്റ്റാൻലി പപ്പയുടെ മക്കൾക്ക് 3 പേർക്കും ആദ്യമൊക്കെ അലീന ചേച്ചിയെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. പെട്ടെന്ന് വൈജയന്തി ഇടയ്ക്ക് കയറി ചോദിക്കുകയാണ്, സ്റ്റാൻലിക്ക് 4 മക്കളുണ്ടെന്നായിരുന്നല്ലോ എറണാകുളത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു. ബബിത ഒരു നിമിഷം ഒന്ന് പതറി. പെട്ടെന്ന് തന്നെ സമനില വീണ്ടെടുത്തിട്ട് പറയുകയാണ്, അത് അലീന ചേച്ചിയെ കൂടി കണക്ക് കൂട്ടിയിട്ടായിരിക്കും. സ്വന്തം മക്കളുടെ എണ്ണം പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും കൂട്ടിച്ചേർത്ത് പറയൂടി? എങ്കിൽ പിന്നെ നിന്നെ കൂടി ചേർത്ത് 5 പറയരുതായിരുന്നോ? നിന്നെ മോളെ പോലെയാ കരുതിയെന്നല്ലേ പുള്ളി പറഞ്ഞിരുന്നത്? ആ, അത് ശരിയാണല്ലോ. ഇനി ഒരുപക്ഷെ കണക്ക് കൂട്ടിയപ്പം എന്നെ ഉപേക്ഷിച്ചോ ആവോ? ബബിത അങ്ങ് ചിരിച്ചു. കൃഷ്ണജ അതീവ താല്പര്യത്തിലായിരുന്നു. അവൾ പറയുകയാണ്, ബാക്കി കൂടെ പറ ബബിതേച്ചി. അയ്യോ, എവിടാ നമ്മൾ നിർത്തിയത്? ആ, സ്റ്റാൻലി പപ്പയുടെ മക്കൾക്ക് അലീന ചേച്ചി ഇഷ്ടമല്ലെന്ന്. ആ, ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ അലീന ചേച്ചി ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ വയ്യ. അലീന ചേച്ചി പറയുന്നതാണ് അവർക്ക് വേദവാക്യം. എൽസമ്മ ആന്റിയും മക്കളും എത്ര വർഷമായിട്ട് പപ്പയെ പിരിഞ്ഞ് ജീവിച്ചുകൊണ്ടിരുന്നതാ. മക്കൾക്കെല്ലാം സ്റ്റാൻലി പപ്പയോട് ഭയങ്കര വെറുപ്പായിരുന്നു. അലീന ചേച്ചി അതെല്ലാം മാറ്റിയെടുത്തു. അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് സ്റ്റാൻലി പപ്പ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരെ തമ്മിൽ ഒന്നിച്ചാക്കി. വീണ്ടും വൈജയന്തി ചോദിക്കുകയാണ്, നിന്നോടിങ്ങനെയൊക്കെ പറഞ്ഞു തന്നതും അവൾ തന്നെയല്ലേ? എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എൽസമ്മ ആന്റിയും മക്കളും താമസിച്ചിരുന്ന വീട്ടിലെ ഞാനും അലീന ചേച്ചിയോടൊപ്പം പോയി കുറച്ചുനാൾ താമസിച്ചതല്ലേ? ആഹാ, അപ്പം നീ അവിടെയും പോയി താമസിച്ചോ? പിന്നെ അലീന ചേച്ചി താമസിക്കുന്നിടത്തല്ലേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഓ, വിഷയം മാറ്റിക്കൊണ്ട് വൈജയന്തി വീണ്ടും ചോദിക്കുകയാണ്, സ്റ്റാൻലിയുടെ മക്കൾ എവിടെ വരെ എത്തി? മൂത്തയാൾ ടാനിയ, ഡിഗ്രിക്ക് പഠിക്കുക. രണ്ടാമത്തത് ടെൽസ, ഹൈസ്കൂളിലായിട്ടേ ഉള്ളൂ. മൂന്നാമത്തെ ആൾ ടോജോ, അവനും ഹൈസ്കൂളാണ്. ടെൽസയ്ക്ക് ഇത്തിരി ബുദ്ധിക്കുറവുണ്ടമ്മേ, എന്നാലും നല്ല സ്നേഹമുള്ള കുട്ടിയാ. ജന്മനാ തന്നെ ബുദ്ധിമാന്ദ്യമുണ്ടോ? അതറിയില്ല. അലീന ചേച്ചി അവളെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറയുന്നത് കേട്ടു. അവളാണോ അവിടെ എല്ലാം തീരുമാനിക്കുന്നത്? അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്, അലീന ചേച്ചി അവിടുത്തെ ഓൾറൗണ്ടറാണെന്ന്. അവിടുത്തെ പട്ടികൾക്ക് പോലും അലീന ചേച്ചിയുടെ ഭാഷ അറിയാം. അപ്പോൾ കൃഷ്ണജ, ആ, അതിവിടെ വെച്ചും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. ആ ഡോക്ടറുടെ പട്ടിയില്ലേ റിങ്കു, അവൻ അലീന ചേച്ചിയോട് വർത്തമാനം പറയാറ് പോലും ഉണ്ടായിരുന്നു. അത്താഴത്തിന് ശേഷം അടുക്കള ഒതുക്കിയിട്ട് ബബിത വൈജയന്തിയുടെ മുറിയിലേക്ക് ചെന്നു. അവളവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടിട്ട് വൈജയന്തി ചോദിച്ചു, എന്താ ഒരു കള്ളത്തരം? ഇന്ന് നീ ഇവിടെ തന്നെയാണോ? പിന്നല്ലാതെ, അമ്മയോടൊപ്പം കിടന്നുറങ്ങുന്നത് പോലൊരു സുഖം വേറെ എവിടെയെങ്കിലും കിട്ടുമോ അമ്മേ? ഇന്നലെയും മിനിഞ്ഞാന്നും ബബിത വൈജയന്തിക്കൊപ്പമായിരുന്നു. ലൈറ്റ് അണച്ച് കിടന്ന ശേഷം വൈജയന്തി ചോദിക്കുകയാണ്, അവിടെ നീ ഒറ്റയ്ക്കായിരുന്നോ കിടപ്പ് സ്റ്റാൻലിയുടെ വീട്ടിൽ? ഏയ് അല്ല, ഞാനും അലീന ചേച്ചിയും കൂടിയായിരുന്നു. ആൻറ്റിയും മക്കളും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അലീന ചേച്ചിയും ടാനിയയും ടെൽസയും കൂടെ കിടക്കും. അത് വലിയ വീടാണോ? ബെഡ്റൂമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. സ്റ്റാൻലിയുടെ ബന്ധുക്കളെ ആരെയെങ്കിലും നീ കണ്ടോ? ഔതക്കുട്ടി ചായൻ, സ്റ്റാൻലി പപ്പയുടെ അച്ഛൻ. നല്ല അടുപ്പമായിരുന്നോ നിങ്ങൾ തമ്മിൽ? ആയിരുന്നു. അലീനയോടോ? എൻ്റെ അമ്മയെ സ്റ്റാൻലി പപ്പയുടെ വീട്ടുകാർക്കും അലീന ചേച്ചി എന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ്. സ്റ്റാൻലി പപ്പയും അവരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. അലീന ചേച്ചിയാ എല്ലാവരെയും കൂട്ടിയിണക്കിയത്. അമ്മയ്ക്കൊരു കഥ കേൾക്കണോ? ആ, നീ പറ, കേൾക്കാം. സ്റ്റാൻലി പപ്പയ്ക്ക് ഒരു അനുജത്തിയുണ്ട്, ഷെറിൻ. പുള്ളിക്കാരി ഒരു ചെക്കനുമായിട്ട് ഇഷ്ടത്തിലായി. കല്യാണം വരെ തീരുമാനിച്ചു. അതിനിടയ്ക്ക് ആ ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ആ സമയത്ത് ഷെറിൻ ചേച്ചി ഗർഭിണിയായിരുന്നു. എന്തു പറഞ്ഞിട്ടും ചേച്ചി ആ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ തയ്യാറായില്ല. ചേച്ചി സ്നേഹിച്ചിരുന്നയാളുടെ കുഞ്ഞല്ലേ, വീട്ടുകാരെന്ത് ചെയ്യും? ഒടുവിൽ നെയ്യാറ്റിൻകരയോ മറ്റോ ഏതോ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് രഹസ്യ പ്രസവം നടത്തി. വൈജയന്തി ഞെട്ടിപ്പോയി. നെയ്യാറ്റിൻകരയോ? അങ്ങനെ എന്തോ ഒരു സ്ഥലപ്പേരാ പറഞ്ഞത്. അല്ലല്ല, നെടുമങ്ങാട്, ബബിത തിരുത്തി. വൈജയന്തിക്ക് ശ്വാസം നേരെ വീണു. എന്നിട്ട് വീട്ടുകാർ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിലാക്കി. ഷെറിൻ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഓർഫനേജിൽ പോയി കുട്ടിയെ കാണും. 2 വർഷം കഴിഞ്ഞപ്പോൾ വീട്ടുകാർ ഷെറിൻ ചേച്ചിയെ ഒരു ഗൾഫുകാരൻ ചെക്കനെ കൊണ്ട് വീണ്ടും കെട്ടിച്ചു.
അടുത്ത അവധിക്ക് ഷെറിൻ ചേച്ചി നാട്ടിൽ വന്നപ്പോൾ കുഞ്ഞിനെ കാണാൻ ഓർഫനേജിൽ ചെന്നു. അന്നേരം കുഞ്ഞവിടില്ല. വൈജയന്തിക്ക് ജിജ്ഞാസയായി. അവർ ചോദിക്കുകയാണ്, എന്തു പറ്റി കുഞ്ഞിന്? ആരും അറിയാതെ വീട്ടുകാർ നാട് കടത്തിക്കളഞ്ഞു. അതോടെ ഷെറിൻ ചേച്ചിയുടെ മാനസിക നില തെറ്റി. ചേച്ചിയുടെ ഭർത്താവ് വിവരമറിഞ്ഞു. ചേച്ചിയെ പുനലൂരിലെ തറവാട്ടിൽ കൊണ്ടുവന്നങ്ങ് ഉപേക്ഷിച്ചു. അലീന ചേച്ചി ചെല്ലുമ്പോൾ ഏതാണ്ടൊരു മുഴുഭ്രാന്തിയാ ഷെറിൻ ചേച്ചി. അലീന ചേച്ചി അവരെ സ്റ്റാൻലി പപ്പയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ പറ്റി അന്വേഷണം നടത്തി. സ്റ്റാൻലി പപ്പയുടെ ഒരു പെങ്ങൾ സിക്കിമിൽ ഒരു കന്യാസ്ത്രീയാണ്. അവർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു ആ കുട്ടി എവിടെയാണെന്ന്. അലീന ചേച്ചി പപ്പയും കൂട്ടി സിക്കിമിൽ ചെന്ന് ആ രഹസ്യം കണ്ടുപിടിച്ചു. അപ്പോഴല്ലേ ഒരു കാര്യം മനസ്സിലായത്, അലീന ചേച്ചിയുടെയും രേവതിക്കുട്ടിയുടെയും കൂടെ സ്നേഹനികേതനത്തിലുണ്ടായിരുന്ന കുട്ടിയായിരുന്നു അതെന്ന്. അതിനെ കൊല്ലത്തൊരു ഓർഫനേജിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ കുട്ടിയെ തിരിച്ചു കിട്ടിയോ? അമ്മ എറണാകുളത്ത് മാമച്ചൻ അങ്കിളിന്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു കൊച്ചിനെ കണ്ടില്ലേ, ഒരു മിടുക്കി കുട്ടി, ചിന്നുമോൾ. ആ കണ്ടു, അത് ഷെറിൻ ചേച്ചിയുടെ മോളാ. ആ കുട്ടി എങ്ങനെയാ മാമച്ചന്റെ വീട്ടിൽ? ആ അത് ഞാൻ പറഞ്ഞില്ലല്ലോ. മാമച്ചൻ അങ്കിളിന്റെ മകനെയാണ് ഷെറിൻ ചേച്ചി സ്നേഹിച്ചിരുന്നത്. ഇപ്പൊ മനസ്സിലായോ? വൈജയന്തിക്ക് അതിശയമായി. അത് കൊള്ളാലോ. എന്നിട്ട് ഇപ്പൊ അവളുടെ ഭ്രാന്ത് മാറിയോ? ഒക്കെ സുഖപ്പെട്ടു അമ്മേ. എന്നു മാത്രവുമല്ല, ഷെറിൻ ചേച്ചിയെ കല്യാണം കഴിച്ച് ഉപേക്ഷിച്ച ആളെയും അലീന ചേച്ചി മുൻകൈയെടുത്ത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. ഇപ്പൊ എന്തൊരു സന്തോഷമാണെന്നറിയോ അവർക്ക്. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ അലീന ചേച്ചിയോട് വിരോധം. എനിക്കും കൃഷ്ണമോൾക്കും രോഹിയേട്ടനും മനുവേട്ടനും അച്ഛനും എല്ലാവർക്കും അലീന ചേച്ചിയെ ഇഷ്ടമാണ്. അമ്മ പറയുന്നത് പോലെ കൊള്ളരുതാത്ത ഒരു പെണ്ണിനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ കണ്ണിൽ അവൾ പൊടിയിട്ട് മയക്കി. എന്തു പൊടി? മൂക്കിപ്പൊടിയോ? ചുമ്മാ വിവരക്കേട് പറയല്ലേ അമ്മേ. അമ്മ ഒരു കോളേജ് അധ്യാപികയല്ലേ. അമ്മ നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കുടുംബത്തിനു വേണ്ടി അലീന ചേച്ചി എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തു. കൃഷ്ണമോളെ സ്വന്തം അനുജത്തിയെ പോലെയല്ലേ സംരക്ഷിച്ചത്. രോഹിയേട്ടനെ എങ്ങനെയാ രക്ഷിച്ചെടുത്തതെന്ന് അമ്മയ്ക്കറിയാലോ. അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അലീന ചേച്ചി കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ടല്ലേ. വൈജയന്തി ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഒടുവിലോ അലീന ചേച്ചിയുടെ പേര് പറഞ്ഞ് അമ്മ അച്ഛനെതിരെ ഡിവോഴ്സ് കേസ് കൊടുത്തു. അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. അത് തെറ്റായിപ്പോയെന്നേ എനിക്കിപ്പോഴും തോന്നുന്നില്ല. ബബിത അപ്പോൾ അറത്തുമുറിച്ച് പറഞ്ഞു, അമ്മയ്ക്ക് തെറ്റുപറ്റി. അമ്മ കൊല്ലപ്പള്ളിയിലെ അങ്കിളിനോട് ചോദിച്ചു നോക്ക്. അങ്കിള് പറയും അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന്. ഇല്ലടി, എനിക്ക് ഉറപ്പാ, എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. ബബിത പിടഞ്ഞെഴുന്നേറ്റ് കട്ടിലിരുന്നു. എന്നിട്ട് വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഞാൻ 1000 തവണ പറയും അമ്മയ്ക്ക് തെറ്റുപറ്റി. ഒരാവേശം സാധിച്ചതുപോലെ ബബിത വീറോടെ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. തെറ്റിപ്പോയെന്ന് അമ്മ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ബബിതയുടെ നേർക്ക് ആശ്ചര്യപ്പെട്ട് തുറച്ചു നോക്കിക്കൊണ്ട് വൈജയന്തി അനങ്ങാതെ കിടന്നു. ബബിത ചെറുതായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. താൻ ആവശ്യത്തിലധികം ആവേശഭരിതയായി പോയി എന്ന് ബബിതയ്ക്ക് തോന്നി. അവൾ വൈജയന്തിക്ക് അഭിമുഖമായി കിടന്നിട്ട് വലത് കൈയെടുത്ത് അവരുടെ തോളത്ത് വെച്ചു. ചുമലിലും കഴുത്തിലും തലോടി. സോറി. പതിയെ വീണ്ടും അവൾ അത് ആവർത്തിച്ചു. സോറി. വൈജയന്തി മിണ്ടിയില്ല. ചിന്നുമോളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അമ്മേ. ബബിത അമ്മയുടെ നെറ്റിയിൽ വിരലൊടിച്ചുകൊണ്ട് വീണ്ടും പറയുകയാണ്, അതുപോലൊരു കഥയാ അലീന ചേച്ചിയുടേതും. എന്നെപ്പോലെ നല്ലൊരു കുടുംബത്തിൽ ജനിക്കേണ്ടിയിരുന്നതാ. ചോര കുഞ്ഞായിരുന്നപ്പോഴേ ഉപേക്ഷിക്കപ്പെട്ടു. ഇപ്പോഴും അലീന ചേച്ചിക്ക് സ്വന്തമായിട്ടൊന്നും വേണ്ട, കിട്ടുന്നതെല്ലാം എല്ലാവർക്കും കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റാൻലി പപ്പയുടെ വീട്ടിലും അലീന ചേച്ചി നിൽക്കത്തൊന്നുമില്ല. നിർത്തിപ്പോയ ഓർഫനേജ് വീണ്ടും തുടങ്ങണമെന്നാണ് ആഗ്രഹം. അതിന് ഫണ്ട് കിട്ടിയാൽ ഉടനെ പോയി സ്നേഹനികേതനം തുടങ്ങും. വൈജയന്തി ചിന്തയിലാണ്ടു. ഇതൊക്കെ ശരിയാണോ? തനിക്കിനി തെറ്റുപറ്റിയതാണോ? അമ്മയ്ക്കറിയുമോ, ആദ്യത്തെ സൂയിസൈഡ് അറ്റംപ്റ്റ് പരാജയപ്പെട്ടപ്പോഴും എൻ്റെ മനസ്സിൽ ഒരൊറ്റ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മരിക്കണം. അടുത്ത തവണ മരണം ഉറപ്പാക്കണം. അലീന ചേച്ചി എൻ്റെ നിഴൽ പോലെ അടുത്തു കൂടിയതുകൊണ്ടാ. ഇല്ലെങ്കിൽ കടപ്പാട്ടൂർ വീട്ടിൽ വെച്ച് ഞാൻ വീണ്ടും അത് ചെയ്തേനെ. അത്രയും കേട്ടപ്പോൾ വൈജയന്തിക്ക് ഒരു ഉൾക്കിടിലമുണ്ടായി. ബബിത ഒരു ദീർഘനിശ്വാസമെടുത്തു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അലീന ചേച്ചിക്ക് അത് മനസ്സിലായി. അതുകൊണ്ടാ എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അമ്മയുടെ മോൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് കാരണം ഒരൊറ്റയാൾ മാത്രമാണ്, അലീന ചേച്ചി. അപ്പോഴേക്കും ബബിത വിതുമ്പിപ്പോയിരുന്നു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൾ വീണ്ടും പറയുകയാണ്, അമ്മയ്ക്കറിയുമോ, അമ്മയ്ക്കെതിരായിട്ട് ഒരു വാക്കുപോലും ഇതുവരെ അലീന ചേച്ചിയുടെ നാവിന്ന് വീണിട്ടില്ല. അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ മാമച്ചൻ അങ്കിളിന്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഒട്ടും മനസ്സിലായിരുന്നു അമ്മയുടെ കൂടെ പോരാൻ. അലീന ചേച്ചിയോട് വിളിച്ചു ചോദിച്ചപ്പോൾ നീ പോകണ്ടടി എന്ന് പറയുമെന്നാണ് ഞാൻ കരുതിയത്. പകരം അലീന ചേച്ചി എന്നോട് എന്നാ പറഞ്ഞെന്നറിയാവോ? മോളെ, അമ്മ എവിടെയെല്ലാം തോറ്റു, വല്ലപ്പോഴും അമ്മയ്ക്കൊന്ന് ജയിക്കണ്ടേ എന്ന്. എന്നെ നിർബന്ധിച്ച അമ്മയുടെ കൂടെ അയച്ചത്. അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കരുതെന്നും എന്നോട് പറഞ്ഞു. പകരം അമ്മയോ, അലീന ചേച്ചിയെ വിളിച്ചൊരു നന്ദി വാക്ക് പറയേണ്ടതായിരുന്നു അമ്മ. എൻ്റെ മോളെ രക്ഷിച്ചു തന്നല്ലോ, താങ്ക്സ്, അത്രയും മതി. ഇപ്പോഴും വൈകിട്ടൊന്നും ഇല്ലമ്മേ. അമ്മ മോളെ ഒന്ന് വിളിച്ചാൽ മതി. അലീന ചേച്ചി ഓടി വന്ന് അമ്മയുടെ കാലിൽ വീഴും. സ്നേഹാധിക്യത്തോടു കൂടിയാണ് ബബിത അത് പറയുന്നത്.
മുടിക്ക് മീതെ അപ്പോഴും തലോടുന്നുമുണ്ട്. വൈജയന്തിയുടെ മനസ്സിലും എവിടെയൊക്കെയോ മഞ്ഞുരുകിക്കൊണ്ടിരുന്നു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം വൈജയന്തി പറയുകയാണ്, ഞാൻ വേണമെങ്കിൽ ഒരു താങ്ക്സ് പറഞ്ഞേക്കാം. ബബിത പിടഞ്ഞെഴുന്നേറ്റു. നാളെയോ മറ്റന്നാളോ നീ ഒന്ന് വിളിച്ചു തന്നാ മതി. എന്തിനാ നാളെയാക്കുന്നേ? ഇപ്പം? ബബിത പെട്ടെന്നങ്ങ് നിലവിളിച്ചു. ഇപ്പം വേണ്ട. ഇപ്പം എല്ലാവരും ഉറക്കം പിടിച്ചു കാണും. വേണ്ട. അലീന ചേച്ചി ഇപ്പോൾ ഒന്നും ഉറങ്ങിയിട്ടില്ല, അതെനിക്ക് ഉറപ്പാ. ബബിത ഒറ്റ കുതിപ്പിന് മേശപ്പുറത്തു നിന്ന് സെൽഫോൺ റാഞ്ചി എടുത്തു. നൊടിയിടയിൽ അലീനയുടെ നമ്പർ ഡയൽ ചെയ്ത് കോൾ ബട്ടൺ അമർത്തി വൈജയന്തിയുടെ കയ്യിലേക്ക് കൊടുത്തു. വൈജയന്തി തെല്ലൊരു വൈക്ലഭ്യത്തോടെ ഫോൺ എടുത്ത് കാതോട് ചേർത്തു. മറുവശത്ത് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ടെൽസയാണ് ഫോൺ എടുത്തു കൊണ്ടുപോയി അലീനയ്ക്ക് കൊടുത്തത്. അലീന എൽസമ്മയുടെ മുറിയിലായിരുന്നു. ടെൽസ അലീനയോട് പറയുകയാണ്, ബബിത ചേച്ചിയാ വിളിക്കുന്നേ, എന്നാ. ബബിതയുടെ പേര് ഫോണിൽ തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഉടനെ ടെൽസയുടെ മുഖത്ത് നോക്കി അലീന പറയുകയാണ്, മോളെ മമ്മിയുടെ കാല് തടവി കൊടുക്കണേ. ആ ജോലി ടെൽസയെ ഏൽപ്പിച്ചിട്ട് അലീന ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുവശത്തൊന്നും പ്രതികരണമൊന്നുമില്ല. ബബിതേ, മോളൂ, നീ എവിടെയാ? മറുവശത്ത് നിന്ന് അടക്കി പിടിച്ച് ആരോ പറയുന്നു, എന്നാ നീ ആദ്യം സംസാരിക്ക്, ദാ പിടിക്ക്. കൃഷ്ണജയാണോ? ഹലോ ചേച്ചി. ബബിതയുടെ ശബ്ദം അലീന തിരിച്ചറിഞ്ഞു. അവിടെ എന്താ ഒരു പിടിവലിയും കുശുകുശുപ്പും ഒക്കെ? ഞാനും അമ്മയും കൂടെയാ ചേച്ചി. നീയും അമ്മയും കൂടി ഇപ്പോൾ വലിയ കൂട്ടാണോടി? പിന്നെ അല്ലേ, ഞങ്ങളിപ്പോൾ ഒന്നിച്ചാ കിടന്നുറങ്ങുന്നത് പോലും. ഞാൻ നിന്നെ വിളിക്കാണ്ടിരിക്കുകയായിരുന്നു, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം പിന്നെ മതി. അതെ, ഞാൻ അമ്മയുടെ കയ്യിലൊന്ന് കൊടുക്കട്ടെ. അലീന അത്ഭുത പരതന്ത്രയായി. അമ്മയുടെ കയ്യിൽ കൊടുക്കാനോ? അമ്മ എന്നോട് സംസാരിക്കുമോ? പിന്നെ സംസാരിച്ചാൽ എന്താ? നീ എന്തെങ്കിലും വിട്ടു പറഞ്ഞിട്ടുണ്ടോ എന്നെപ്പറ്റി? ഒന്നുമില്ലെന്നേ, ദേ കൊടുക്കുവാണേ. അലീന ഉദ്വേഗഭരിതയായി. ബബിത അവിടെ ചെന്ന് എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വയ്യ. ഹലോ. വൈജയന്തിയുടെ സ്വരം അവൾ കേട്ടു. അവൾ തിരികെ ഹലോ പറഞ്ഞു. ബബിതയെ നീ നല്ലതുപോലെ നോക്കിയെന്ന് അവളിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു. ഞാനൊരു താങ്ക്സ് പറയണമെന്ന് അവൾ എന്നെ നിർബന്ധിക്കുന്നു. അവളുടെ താല്പര്യം കൂടി ഞാൻ നോക്കണമല്ലോ. എനിവേ, താങ്ക്സ്. ഞാൻ നിർബന്ധിച്ചോ? ബബിത അമ്മയോട് ദേഷ്യപ്പെടുന്നത് അലീന ഫോണിലൂടെ കേട്ടു. അലീന ചേച്ചിയെ ഞാൻ വിളിക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ, അമ്മ തന്നെയല്ലേ പറഞ്ഞത് താങ്ക്സ് പറഞ്ഞേക്കാമെന്ന്. അതിനിപ്പോൾ എന്തു പറ്റി? ഞാൻ താങ്ക്സ് പറഞ്ഞല്ലോ. ഇങ്ങനെ താങ്ക്സ് പറയുന്നതിനേക്കാൾ ഭേദം രണ്ട് ചീത്ത പറയുന്നതായിരുന്നു. ആളെ വിളിച്ചിട്ട് ഒരുമാതിരി കളിയാക്കുന്നത് പോലെ. കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ അമ്മേ. അമ്മ ഒന്നും മിണ്ടുന്നില്ല. സാധാരണഗതിയിൽ ബബിതയോട് തട്ടിക്കയറേണ്ടതാണ്. വൈജയന്തിയുടെ മൗനം അലീനയെ വിസ്മയം കൊള്ളിച്ചു. ഒപ്പം അവൾക്ക് സങ്കടവും തോന്നി. മകളുടെ ശകാരം കേട്ട് മിണ്ടാതെ ഇരിക്കുകയാണ് അമ്മ. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.